ജോയ്സിയുടെ ഈ ഒരു മരണവാർത്ത നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. ദുഃഖമുണ്ടെങ്കിലും ഒപ്പം സന്തോഷം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിന്ന് പോരുമ്പോഴേ ഞാൻ ഈ ഒരു മക്കൾ പറഞ്ഞേ, ഒരു മരണ വീട്ടിലേക്ക് പോകുന്ന ഒരു കണ്ടീഷനിലല്ലല്ലോ ഞാൻ ഡ്രസ്സ് ചെയ്ത് പോകുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ല മോളെ, ഇത് ഒരു സ്വർഗീയ യാത്രയ്ക്ക് പറഞ്ഞയക്കുന്നതാണ്. അതുകൊണ്ട് ഇതൊരു ദുഃഖത്തിൻ്റെ രീതിയിൽ പോകേണ്ടതല്ല. അതുകൊണ്ടാണ് ഞാനൊരു കല്യാണത്തിന് പോകുന്ന രീതിയിൽ ഡ്രസ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ മക്കൾ വളരെ എൻ്റെ ഓർമ്മയിൽ ജോയ്സിയെ കുറിച്ച് ഓർക്കുമ്പോൾ 2001, 2003 പീരീഡിലാണ് ജോയ്സിയും ഞങ്ങളൊക്കെ ഒരുമിച്ച് ജീസ് യൂത്തിൻ്റെ തൃശ്ശൂർ സോണൽ സർവീസ് ടീമിലുണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ ഓർക്കുന്നും, അതായത് എപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വളരെ ഒരു ആത്മീയ അനുഭവത്തോടു കൂടി പ്രാർത്ഥിക്കുന്ന ഒരു രീതിയായിരുന്നു ജോയ്സി എപ്പോഴും. അതായത് ശരിക്കും ആ ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ നല്ലൊരു ഇത് ഉള്ളിൽ നിന്ന് വരുന്ന രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുകയും നമുക്കൊരു ആത്മീയ അനുഭവത്തിലേക്ക് എത്തുന്ന രീതിയിലായിരുന്നു എപ്പോഴും ജോയ്സി ഓരോ മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ കോർ ടീമൊക്കെ കൂടുമ്പോൾ ജോയ്സിയിൽ നിന്ന് വരുന്ന. ഒപ്പം തന്നെ ആ നേഴ്സിംഗ് പീരീഡിലും പാമലയിലായിരുന്നപ്പോഴും അതുപോലെ ആ ജോലി സ്ഥലത്തായിരിക്കുമ്പോഴും മറ്റുള്ളവർക്കൊരു പ്രചോദനം, അല്ലെങ്കിൽ ജോയ്സിൻ്റെ അടുത്തിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ആത്മീയ നിറവ് അനുഭവപ്പെടുന്ന ഒരു ഫീല് ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴും നമുക്കൊരു ബന്ധപ്പെടാനായിട്ട്, അതായത് എനിക്ക് തോന്നുന്നു ജോയ്സിയുടെ ഒപ്പം ഉണ്ടായിരുന്നവരൊക്കെ സമപ്രായക്കാരാണെങ്കിൽ പോലും ഒരു ചേച്ചി എന്ന മനോഭാവത്തോടു കൂടിയാണ് ജോയ്സിയെ കണ്ടിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അത്തരത്തിലൊരു ഈശോയുടെ ഒന്നിച്ചുള്ള നല്ലൊരു ജീവിതം നയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള ഒരു ജീവിതമായിരുന്നു. പക്ഷേ ഈ ഒരു രോഗാവസ്ഥ അറിഞ്ഞപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ അതൊരു പ്രതീക്ഷിക്കാത്തൊരു ഇതുപോലെയായിരുന്നു. പക്ഷേ എങ്കിലും അത് ദൈവിക പദ്ധതിയാണെന്ന് ജോയ്സി തിരിച്ചറിഞ്ഞു എന്നറിഞ്ഞപ്പോഴേ നമുക്ക് സന്തോഷമുണ്ടായിരുന്നു. അതായത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. ആ വേദനകൾ സഹിക്കാൻ, ആ വേദനകൾ മറ്റുള്ളവർക്ക് വേണ്ടി കാഴ്ചവെക്കാനുള്ള ഒരു മനസ്സ് വരുന്നു. ഒപ്പം കുടുംബം അത്തരത്തിലൊരു സന്തോഷത്തിലിരിക്കുന്നു എന്നൊക്കെ കണ്ടപ്പോൾ അത് നമുക്കൊരു മനസ്സിന് കുളിർമ തന്നിരുന്നു. ഏതായാലും ജോയ്സിയുടെ ഈ ലോക ജീവിതത്തിൻ്റെ വിയോഗത്തിൽ നമുക്കൊരു ചെറിയ ദുഃഖമുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഒരു സ്വർഗീയവാസത്തിലായിരിക്കും. അതുകൊണ്ട് നമുക്കൊരു നല്ലൊരു മധ്യസ്ഥയെ നമുക്ക് കിട്ടിയെന്ന് തന്നെ വേണം പറയാൻ. പ്രത്യേകിച്ച് ഞാനിത് ഓർക്കുക, ഒരു വലിയ കുടുംബത്തിലെ മധ്യസ്ഥയാണ്. എനിക്ക് 7 മക്കളാണ്. അതെ, എനിക്ക് 7 മക്കളാണ്. അപ്പോൾ ഇവിടെ തൃശ്ശൂർ രൂപതയിലെ വലിയ കുടുംബങ്ങളുടെ ഒരു ഭാഗമാണ് ജോയ്സി. അപ്പോൾ പ്രോലൈഫ് പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രോലൈഫ് മധ്യസ്ഥയായിട്ടുള്ളൊരു വിശുദ്ധയെ കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ KCBC പ്രോലൈഫ് സമിതിയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് ഞാൻ. ഒപ്പം തന്നെ തൃശ്ശൂർ രൂപതയുടെ പ്രോലൈഫിൻ്റെ പ്രസിഡൻറ്റും കൂടിയാണ്. അപ്പോൾ ആ തരത്തിൽ ചിന്തിക്കുമ്പോഴും നല്ലൊരു പ്രോലൈഫ് മധ്യസ്ഥയെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. പ്രോലൈഫ് പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയ്സിയുടെ മധ്യസ്ഥത ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രോലൈഫ് പ്രവർത്തനങ്ങൾ ശക്തമാക്കാനായിട്ടുള്ള ഒരു ശ്രമം ഇവിടെ ഉണ്ടാകാനായിട്ട് പറ്റും എന്ന് തന്നെയാണ് തോന്നുന്നത്. ഏതായാലും ജോയ്സിയുടെ വിയോഗത്തിലും പ്രത്യേകിച്ച് ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിലും പങ്കുചേരുന്നു. ഇനിയുള്ള കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവനിയോഗത്താൽ നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു.